കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ആത്മാവ് വിഷാദിച്ച് ഉള്ളിൽ ഞെരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുവാൻ നമുക്ക് തയ്യാറാകാം. യഹോവയെങ്കിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പേൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പോൾ യഹോവയെങ്കിൽ പ്രത്യാശയുള്ളവരുടെ ഹൃദയം ഉറയ്ക്കും, പതറത്തില്ല, ചഞ്ചലിക്കത്തില്ല, സംശയിക്കത്തില്ല, അവിശ്വസിക്കത്തില്ല. ദൈവത്തിൽ ആഴമായ ഒരു പ്രതീക്ഷ നമ്മുടെ അകത്ത് ഉണ്ടാവണം. എല്ലാ ദിവസവും പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ഞാൻ ആത്മാവിൽ നടക്കും, ദൈവമഹത്വം കാണും, പതറുകയില്ല, കർത്താവ് എനിക്ക് തുണ. മനുഷ്യ ശക്തികൾക്ക്, ജഡത്തിന് എന്നോട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ധൈര്യത്തോടെ പറയണം, ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു എന്ന് സങ്കീർത്തനക്കാരനായി ദാവീദ് പറയുന്നത് പോലെ. അതിൻ്റെ അർത്ഥം ഭൂലോകം മൊത്തം ഇളകി വന്നാലും, എല്ലാവരും എതിരായെങ്കിലും ഭയമില്ല, ദൈവം അനുകൂലമാണ്. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. പ്രാർത്ഥന നമ്മൾ അറിയിക്കുമ്പോൾ ആ ഉറപ്പ് വരുത്തണം, ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എനിക്ക് അനുകൂലമാണ്. അങ്ങനെയെങ്കിൽ മരുഭൂപ്രയാണത്തിൽ അനുകൂലനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി സകല ദുഷ്ടശക്തിയുടെ മേലും ദൈവം ഒരു വലിയ ജയം നൽകും. ആർക്കും അതിനെ തടയാൻ പറ്റില്ല, ഒരു ശക്തിക്കും അതിനെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ കരമാണ് നമുക്ക് അനുകൂലമായി നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൈ നമുക്ക് മേളിൽ നിൽക്കുന്നുണ്ട്. നമ്മളത് കാണണം പ്രിയരെ ആത്മാവിൽ. അത് കണ്ട് ഒരു ഉറപ്പ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുണ്ടെങ്കിൽ ഏതൊക്കെ ഭയം വന്നാലും ഭാരം വന്നാലും അതിനെയല്ല നമ്മൾ കാണുന്നത്. ശ്രേഷ്ഠകരമായ കരം, ഉയർന്നിരിക്കുന്ന വീര്യം പ്രവർത്തിക്കുന്ന ഭുജത്തിൻ്റെ വല്ലഭത്വം, ഉയർന്നിരിക്കുന്ന കരത്തിൻ്റെ ശക്തിയെപ്പറ്റിയൊക്കെ ഓർക്കുവാൻ തയ്യാറാകുമെങ്കിൽ എന്തിനാ നിരാശപ്പെടുന്നത്? ദൈവം എനിക്കനുകൂലമെന്ന് ഞാൻ അറിയുന്നു എന്ന് ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും? പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, വേദനകൾ ദാവീദിൻ്റെ ജീവിതത്തിൽ വരാഞ്ഞിട്ടല്ല, അകത്തും പുറത്തും ഒരുപോലെ പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ വരാഞ്ഞിട്ടല്ല. പക്ഷേ തനിക്കറിയാം, ഇനി ആരൊക്കെ എതിരായാലും ദൈവം എനിക്ക് അനുകൂലമാണെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് താൻ ഭയപ്പെടാത്തത്. ഒരു സൈന്യം പാളയമിറങ്ങി വന്നാലും ഭയപ്പെടത്തില്ല, കാരണം ദൈവം അനുകൂലമാണ്. യഹോവ എൻ്റെ വെളിച്ചമാണ്, യഹോവ എൻ്റെ രക്ഷകനായി ഇറങ്ങി വരും എന്ന ഒരു ദൈവവൈതന് എല്ലാ കാലത്തും ബോധ്യമുണ്ടാവണം. നമ്മളെ സംബന്ധിച്ച പ്രശ്നങ്ങളെ നമ്മൾ വലുതായി കാണുന്നു, പ്രതിസന്ധികളെ വലുതായി കാണുന്നു. പക്ഷേ എപ്പോഴും ഞാൻ പറയാറുള്ള, പരിധികളും പരിമിതിയില്ലാത്ത ദൈവം, കൂരിലും ഇറങ്ങി വരുന്ന ചെങ്കടലിനെ വിഭജിക്കാൻ കഴിവുള്ള, സമുദ്രത്തിന്മേലും കൊടുങ്കാറ്റിന്മേലും അധികാരമുള്ള, പ്രകൃതിയുടെ സകല ശക്തികളെയും നിയന്ത്രിക്കുന്ന, കാറ്റേ അടങ്ങൂ കടലേ ശാന്തമാകൂ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിന് സകലവും അനുസരിക്കുന്ന ആ കർത്താവിൻ്റെ ശക്തിയും അവിടുത്തെ സാന്നിധ്യവും നിരന്തരം അന്വേഷിപ്പാൻ കഴിയുമെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന സകല വെല്ലുവിളികളെയും ജയിക്കാൻ നമുക്ക് കഴിയും. പൗലോസൊക്കെ എത്രയധികം പ്രതിസന്ധികൾ നേരിട്ടു, നമ്മളതിൻ്റെ ഒരു ഭാഗം പോലും അനുഭവിക്കുന്നില്ലല്ലോ. അവിടെയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവിരുന്ന് സ്തോത്രം പറയാൻ കഴിവുള്ള ഒരു ഭക്തൻ എങ്ങനെ പതറാൻ പറ്റും? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാനാണ് താൻ പറയുന്നത്. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കാറുണ്ടോ?
നമ്മളവിടെ ദുഃഖിച്ച് തലതാഴ്ത്തി നിരാശപ്പെട്ട് കിടക്കുമ്പോഴാണ് പൗലോസ് കാരാഗൃഹത്തിൽ കിടന്ന് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ലൂക്കോസ് വിശേഷം 12-ാം 22-ാമത് വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. വീണ്ടും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാം. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നും എന്ന് ജീവന് വേണ്ടിയും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിന് വേണ്ടിയും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് ആധികാരികമായിട്ട് പറയുന്ന, അവരെ ഉണർത്തുന്ന, ശക്തീകരിക്കുന്ന, പിടിച്ചു നിർത്തുന്ന ചില വാക്കുകളാണ് നാം കേട്ടത്. അതിനു മുമ്പ് പറയുന്നു, ദൈവവിഷയത്തിൽ സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാ ദൈവമക്കളും ദൈവവിഷയത്തിൽ സമ്പന്നരാകണം, ആത്മാവിൽ സമ്പന്നരാകണം, പ്രാർത്ഥനയിൽ സമ്പന്നരാകണം, ആരാധനയിൽ സമ്പന്നരാകണം, ദൈവവചന ധ്യാനത്തിൽ സമ്പന്നരാകണം, ആത്മീക വിഷയത്തിൽ സമ്പന്നരായി നിൽക്കണം. ലോകത്തിൽ എത്ര സമ്പത്തുണ്ടാക്കിയാലും അതൊക്കെ തീരാൻ ഒറ്റ സെക്കൻഡ് മതി. മാത്രമല്ല, ഉണ്ടാക്കിയ ഒറ്റ സമ്പത്തും മേളിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ചിന്ത എല്ലാ ദിവസവും നമുക്കുണ്ടാവണം. അതിവിടെ കിടക്കുകയുള്ളൂ. പോയവരാരും അത് കൊണ്ടുപോയിട്ടില്ല. അധ്വാനിച്ച് ഉണ്ടാക്കിയൊക്കെ ശരിയാണ്, തിരിച്ചു പോയപ്പോൾ ആരും അത് കൊണ്ടുപോയില്ല, പോയവരാരും. അതെപ്പോഴും ഓർക്കുക. പക്ഷേ ദൈവവിഷയത്തിൽ സമ്പന്നരായാൽ, ഉയർത്തിൽ ഡിപ്പോസിറ്റ് ഉണ്ടാക്കിയാൽ അതിനൊരു പ്രതിഫലമുണ്ട്. അത് കാണും, അതനുഭവിക്കും. ആ ഒരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. ആത്മിക വിഷയത്തിൽ സമ്പന്നരാണോ? ദൈവവിഷയത്തിൽ സമ്പന്നരാകണം. യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, ആകയാൽ എന്ത് തിന്നും എന്ന ജീവന് വേണ്ടിയും എന്ത് ഞാൻ കഴിക്കും. മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്? അത് സത്യമാണ്. പക്ഷേ അതല്ല നമ്മുടെ തരേണ്ടത്. തരാൻ ദൈവത്തിന് കഴിയും. ദൈവം തരുന്നത് കൊണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. ദൈവം ആരോഗ്യം തരുന്നതുകൊണ്ടല്ലേ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യാൻ ആരോഗ്യമില്ലെങ്കിൽ ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലല്ലോ. ഭക്ഷണം ഉണ്ടായിട്ട് പോലും അതിനും ദൈവം അനുവദിക്കണ്ടേ? ശാന്തമായി ചിന്തിക്കൂ. ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപയുണ്ടാവണം, ദൈവം അനുവദിക്കണം. പറഞ്ഞു വന്നതിൻ്റെ സാരം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാമെങ്കിൽ വേണ്ടതൊക്കെ ദൈവം നമുക്ക് നൽകും. എന്നാൽ അങ്ങനെ ചിന്തിച്ച് പോയി തലപുകഞ്ഞാലോചിച്ച് നാളുകളിൽ എങ്ങനെയൊക്കെ ചെയ്ത് കുറേ സമ്പാദിക്കണമെന്നല്ല, എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. പ്രിയരെ, നമ്മളെ ഓരോ ദിവസവും ദൈവം നടത്തിയില്ലേ? ഇന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയേ. ദൈവത്തിൻ്റെ നടത്തിപ്പും ദൈവം നൽകിയത് കൊണ്ടും എന്ത് തിന്നുമെന്നുള്ളത് മാറിയില്ലേ? ഏത് തിന്നുമെന്നൊരവസ്ഥ വന്നില്ലേ? ഇപ്പം ഇഷ്ടം പോലെ തിന്നാൻ ദൈവം നമുക്ക് നൽകിയില്ലേ? എന്തുടുക്കുമെന്നല്ലേ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചത്? ഏതുടുക്കുമെന്ന രീതിയിലേക്ക് വന്നില്ലേ? എന്തുകൊണ്ട്? ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവവിഷയത്തിൽ മുൻതൂക്കം കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടിയൊക്കെ ദൈവം കരുതിക്കൊള്ളും. ആ വിഷയത്തിൻ്റെ പുറകിന് പോയി ദൈവത്തിൻ്റെ പ്രവർത്തികളെ മറക്കരുത്. അതിൽ വിചാരപ്പെട്ട് ദൈവത്തിന് കൊടുക്കേണ്ട സമയവും പ്രാർത്ഥനയും ആരാധനകളും മാറ്റിവെക്കാതെ ദൈവത്തിൻ്റെ നാമത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് ഇതനുഭവിക്കാനും ആസ്വദിക്കാനും ഇതൊക്കെ ഉണ്ടാക്കാനും കൃപ നൽകിയ ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കാൻ നമ്മൾ തയ്യാറാവണം. എന്ത് തിന്നും, എന്തുടുക്കും എന്നുള്ള ചിന്ത. കർത്താവ് അങ്ങനെ വിചാരപ്പെടണ്ട.
നമ്മൾ വിചാരപ്പെടാതെ നമുക്ക് ബലം നൽകി, ശക്തി നൽകി, വഴി കാണിച്ചു തന്ന്, നമ്മളെ പാർപ്പിക്കേണ്ട ഇടത്ത് പാർപ്പിച്ച്, ചിന്തിക്കാത്ത മേഖലകളിലൂടെ നടത്തിയ ദൈവമല്ലേ ഇന്നും നമ്മുടെ ദൈവം. ആ ദൈവം നാളെയും നടത്തില്ലേ? ഇത്രയും വർഷം നിങ്ങളെ സംരക്ഷിച്ചില്ലേ കുടുംബമായി? ദൈവം എന്തെങ്കിലും കുറവ് വരുത്തിയോ? പ്രതിസന്ധികളില്ലെന്നല്ല, ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിലും അതത് സമയത്ത് വേണ്ടത് നൽകിയ ദൈവം ഇന്ന് പകലും നമ്മളോട് കൂടെയുണ്ട്. ആ ചിന്ത മറന്നു പോകരുത്. എന്ത് തിന്നും എന്ന് ജീവന് വേണ്ടിയും എന്തൊടുക്കുമെന്ന് ശരീരത്തിന് വേണ്ടിയും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത് നോക്കണേ, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? എന്നിട്ടാണ് പറയുന്നത്, കാക്കകളെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പണ്ടികശാലയും കളപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. ദൈവം അതിനെപ്പുറം ശേഖരിച്ചു വെക്കാത്ത, ഡിപ്പോസിറ്റ് ഇല്ലാത്ത പറവകളെ ദൈവം പുലർത്തുന്നെങ്കിൽ ഒത്തിരി ഓടുന്നു, ഒത്തിരി അധ്വാനിക്കുന്നു, ശേഖരിച്ചു വെക്കാനാവുന്നത്ര ശ്രമിക്കുന്നു. ഇതൊന്നും ചെയ്യാത്ത പക്ഷികളെയൊക്കെ ദൈവം അതത് ദിവസം വേണ്ടത് നൽകി നടത്തുന്നു എങ്കിൽ ദൈവം പറയുന്നു, നമ്മളെ എത്ര അധികമായി നടത്താൻ ദൈവത്തിന് കഴിയും. പറഞ്ഞു വന്നതിൻ്റെ സാരം, ആരോഗ്യം തരുന്ന ദൈവത്തിന്, പണമുണ്ടാക്കാൻ കൃപ നൽകുന്ന ദൈവത്തിന്, ശക്തി നൽകുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി. സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല ആയിരിക്കുന്നത്. ആരോഗ്യമൊന്ന് ക്ഷയിച്ചാൽ ജോലി ചെയ്യാൻ പറ്റുമോ? ശരീരം ഒന്ന് ബലഹീനമായാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇതൊക്കെ തരുന്ന ദാതാവിന്, ദൈവമേ എനിക്ക് കുടുംബമായി ഞങ്ങളെ നിർത്തുന്നതിന്, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നൽകിയത് നാളെയും നൽകാൻ കഴിവുള്ളവനാണ്. മഹത്വം കരയേറ്റുന്നു എന്ന് പറഞ്ഞ് ദൈവം മുമ്പാകെ സമർപ്പിക്കാൻ, മുട്ടിന്മേൽ നിൽക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? അവരെ ദൈവം സഹായിക്കും, അവരെ ദൈവം ശക്തീകരിക്കും. ആകയാൽ വിചാരങ്ങളെ മാറ്റൂ, സകലവും അവിടുത്തെ മുൻപാകെ സമർപ്പിക്കൂ. ദൈവം നമുക്ക് വേണ്ടി കരുതും, ദൈവം പ്രൊവൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, തരുന്ന ദൈവത്തിന് മഹത്വം, അതാണ് ഇമ്പോർട്ടൻ്റ്. തരുന്ന ദൈവത്തിന് മുമ്പാകെ നന്ദി പറയണം, ആ ദൈവത്തെ സ്തുതിക്കണം, അവിടുത്തേക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത്, കർത്താവേ ഈ പകലും അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് വേണം, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണം, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ശരീരത്തിൽ തിരിച്ചറിയണം, ആത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണം, അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ സമയമെടുക്കണം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നാളുകളിലെ വിചാരങ്ങൾ ഞങ്ങളെ പിടിച്ചു കുലുക്കുമ്പോൾ, നാളുകളിലെ വിചാരങ്ങൾ ഞങ്ങളുടെ ആത്മീയത്തെ പോലും ബാധിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ, നാളുകളിൽ നടത്താൻ കഴിവുള്ളവൻ ഇന്നലെ നടത്തിയവൻ ഇന്ന് നടത്തും, വലാലും നടത്തുവാൻ കഴിവുള്ളവൻ്റെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ജനമാത്മാവിൽ ശക്തരാകട്ടെ, അഭിഷേകത്തോടെ മുമ്പോട്ട് വരട്ടെ. ശക്തി നൽകുന്ന ദൈവം, ബലം നൽകുന്ന കൃപ നൽകുന്ന ദൈവം, ആത്മാവിൽ നടത്താൻ കഴിവുള്ളവൻ, അവിടുത്തെ മുമ്പാകെ നമിക്കുവാൻ, നന്ദി പറയാൻ, മുട്ടുമടക്കുവാൻ ഞങ്ങളെല്ലാം ഇടയാക്കണം. ഈ പകൽ ആത്മാവിൻ്റെ വലിയ ശക്തി വ്യാപരിക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ആത്മാവിൻ്റെ അനോയിന്റിങ് ഞങ്ങളുടെ മേൽ വരട്ടെ. സകല വിചാരങ്ങളെയും വികാരങ്ങളെയും പിടിച്ചടക്കി ആത്മാവിൽ സഞ്ചരിപ്പാനിടയാക്കണം. തിരുമഹത്വം ഈ പകൽ വെളിപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വിചാരങ്ങളെ മാറ്റിവെക്കൂ. നമുക്കായി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്, നമുക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്, ശക്തി നൽകുന്ന ദൈവമുണ്ട്, കൃപ നൽകുന്ന ദൈവമുണ്ട്. അവിടുത്തെ മുൻപാകെ നമിക്കാം, മുട്ടുമടക്കാം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാം, നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.